ഹായ് ഹലോ എല്ലാവർക്കും മനോസേജ് ക്ലബിൻ്റെ യൂറോപ്പ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ലോകത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ട്രെയിൻ യാത്ര എന്നറിയപ്പെടുന്ന ബെർണിന എക്സ്പ്രസ്സിലൂടെയുള്ള യാത്രയായിരുന്നു. ആ വീഡിയോ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി കണ്ടു നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും പിറ്റേ ദിവസം നമ്മളിവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാണ്. അങ്ങനെ ചുറിനോട് വിട പറയാണ്. ഇത്രയും അടുത്ത റൂം കിട്ടിയത് എന്തൊക്കെയായാലും ഭയങ്കര സൗകര്യമായിട്ടോ. കാരണം എന്താ, ഈ കാണുന്നതാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന റൂം. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണ് ഈ കാണുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇന്റർലേക്കനിലേക്കാണ്. ട്രെയിൻ വരാൻ ഏകദേശം 10 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കോഫിയൊക്കെ വാങ്ങി പതുക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. കറക്റ്റ് ടൈമിൽ തന്നെ ട്രെയിൻ വന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇന്റർലേക്കനിലേക്ക് ഏകദേശം 3-3.5 മണിക്കൂറോളാണ് ദൂരം. ബെർണിന എക്സ്പ്രസിൻ്റെ അത്ര വരില്ലെങ്കിലും ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന പുറത്തെ കാഴ്ചകളും അതിമനോഹരം തന്നെയായിരുന്നു. അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി ഇവിടെ നിന്ന് ഏകദേശം 15 മിനിറ്റ് നടക്കാനുണ്ട് നമ്മുടെ ഹോസ്റ്റലിലേക്ക്. ഇവിടെ നമ്മൾ താമസിക്കുന്നത് ഹോസ്റ്റലിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ പാരാഗ്ലൈഡേഴ്സിനൊക്കെ കാണുന്നുണ്ടായിരുന്നു. നടക്കുന്ന വഴികളിൽ നമുക്ക് ദൂരെയായിട്ട് മഞ്ഞ് പുതച്ച മലനിരകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഫണ്ണി ഫാം, അതാണ് കേട്ടോ നമ്മുടെ ഹോസ്റ്റലിൻ്റെ പേര്. എവിടെയും നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 2 മണിയാണ്. പക്ഷെ നമ്മൾ അവിടെ നേരത്തെ പോയി അവരുടെ ലഗേജ് റൂമിൽ നമ്മുടെ ലഗേജൊക്കെ വെച്ച് നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. ഇവരുടെ വാഷ്റൂം കാണുമ്പോൾ തന്നെ എന്തോ കൊട്ടാരത്തിലേക്ക് എത്തിയ പോലത്തെ ഒരു പ്രത്യേക തീമായിരുന്നു. മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്തായാലും കാണാൻ. ഹോസ്റ്റലിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ വിശദമായിട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് ഭൂമിയിലെ സ്വർഗത്തിലെത്തിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ. സ്വിറ്റ്സർലാൻഡിൽ കാലുകുത്തിയതിൻ്റെ സന്തോഷം. നമ്മൾ ആദ്യം നേരെ പോയത് ഇവിടെയുള്ള കൂപ്പ് സൂപ്പർ മാർക്കറ്റിലാണ്. കുറച്ച് സ്നാക്സും അതുപോലെ തന്നെ നമുക്ക് ലഞ്ചിന് വേണ്ട ഐറ്റംസൊക്കെ വാങ്ങാനാണ് വന്നത്. കാരണം നമ്മൾ ലഞ്ച് കഴിക്കുന്നത് എവിടെയെങ്കിലും വല്ല പിക്നിക് സ്പോട്ടിലൊക്കെ ഇരുന്നിട്ടായിരിക്കും. അങ്ങനെ അത്യാവശ്യം വേണ്ടതെല്ലാം വാങ്ങി നമ്മളങ്ങനെ സ്വിറ്റ്സർലാൻഡിലെ ഭംഗി ആസ്വദിച്ച് നടക്കുകയാണ്. അവിടെ ദൂരെയായിട്ട് ആ മലകൾക്കിടയിലൂടെ നമുക്കൊരു റെയിൽ കാണാം കേട്ടോ. നമ്മളിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ആ റെഡ് കളറിൽ പോകുന്നതാണ് കേട്ടോ ഫെനിക്കുലർ ട്രെയിൻ. ഇന്നത്തെ ക്ലൈമറ്റ് ഒരേ സമയം തണുപ്പും അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ബാക്കി നടത്താൻ തുടർന്നത്. എവിടെ പോയാലും നമുക്കൊരു ഗാർഡൻ വിസിറ്റെങ്കിലും വേണമെന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ ആദ്യം പോയത് ഒരു ഗാർഡനിലേക്കാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പൂക്കളും ചെടികളൊക്കെ ഉള്ളൊരു ഗാർഡനാണ്. അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു നദിയുണ്ട്. ആറെ റിവറാണ് ഇത്. ഗാർഡൻ്റെ സൈഡിലുള്ള ബെഞ്ചുകളിലും അതുപോലെ തന്നെ പുൽത്തകിടിയിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് വിശ്രമിക്കുന്നുണ്ടായിരുന്നു. നമ്മളും കുറേ നേരം ഈ കാഴ്ചകളൊക്കെ നോക്കി അവിടെ ഇരുന്നതിന് ശേഷമാണ് നമ്മുടെ നടത്തം ആരംഭിച്ചത്. ഈ റിവറിലെ വെള്ളത്തിൻ്റെ കളറും അതുപോലെ തന്നെ ചുറ്റുപാടുള്ള പച്ചപ്പും മൊത്തത്തിൽ ആര് വന്നാലും അന്തം വിട്ട് നോക്കി നിൽക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഹാർഡർബാൺ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പോകുന്നത് ടോപ്പ് ഓഫ് ഇന്റർലേക്കനിലേക്കാണ്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരാൾക്ക് ഏകദേശം 26 സ്വിസ് ഫ്രാങ്കാണ് 2 സ്ഥലത്തേക്കും കൂടി. പിന്നെ സ്വിറ്റ്സർലാൻഡിൽ അത്യാവശ്യം നല്ലോണം ദിവസം സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ പൊതുവെ എല്ലാവരും സ്വിസ് പാസ് എടുക്കാറുണ്ട്. നമ്മൾ പക്ഷെ അത്ര ദിവസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ സ്വിസ് പാസ്സൊക്കെ എടുത്തവരാണെങ്കിൽ അവർക്ക് ഇതിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടോപ്പ് ഓഫ് ഇന്റർലേക്കനിലേക്ക് പോകുന്നത് ഇതുപോലെയുള്ള ഫെനിക്കുലർ ട്രെയിനിലാണ്. സ്വിറ്റ്സർലാൻഡ് ആയതുകൊണ്ടാവും ഇവിടുത്തെ ബെർണിന എക്സ്പ്രസ് ആയാലും ഫെനിക്കുലർ ട്രെയിൻ ആയാലും എല്ലാം റെഡ് കളറിലാണ്. അങ്ങനെ നമ്മൾ കയറി ഒരറ്റത്തുള്ള സീറ്റുണ്ട് നമുക്ക് കിട്ടി. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടുന്ന് ആരംഭിക്കുകയാണ്.
ഓരോ 30 മിനിറ്റ് കൂടുമ്പോഴാണ് കേട്ടോ ഇതുപോലെയുള്ള ഫെനിക്കുലർ ട്രെയിൻസ് വരുന്നത്. ഇവിടെ നിന്ന് ടോപ്പിലെത്താൻ ഏകദേശം 10 മിനിറ്റോളാണ് യാത്ര ഉള്ളത്. നമ്മൾ എത്രത്തോളം കുത്തനെയാണ് പോകുന്നത് നമുക്ക് ഈ റെയിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് പോകാൻ പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ അത്. പക്ഷെ അതിന് മാത്രമുള്ളൊരു സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാഞ്ഞത്. അപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഹൈക്ക് ചെയ്ത് പോകുന്നത് മറ്റൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഏകദേശം 100 വർഷത്തിലേറെ പഴക്കമുള്ളൊരു ഫെനിക്കുലർ റെയിൽവേ സ്റ്റേഷനാണിത്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ യാത്രേനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ സൈഡിലൊക്കെ നോക്കിയാൽ കാണാം, നെറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് പാറകളൊക്കെ വീഴാതിരിക്കാൻ നല്ല സേഫായിട്ട് സെക്യൂറായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്തായിട്ട് ഹൈക്ക് ചെയ്ത് വരുന്നവരാ തോന്നുന്നുണ്ട്, നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഉള്ളത് ഇതുപോലെയുള്ള 2 ഫെനിക്കുലർ ട്രെയിൻസ് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ട്രെയിൻ താഴേക്ക് പോകുമ്പോൾ മറ്റേ ട്രെയിൻ മുകളിലേക്ക് പോകുമായിരിക്കും. അതുപോലെ തന്നെ മെയിനായിട്ട് ഒരൊറ്റ റെയിൽവേ ലൈനേ ഉള്ളൂ. ഇതുപോലെയുള്ളൊരു സ്ഥലത്ത് മാത്രമേ 2ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പോർഷനിൽ എത്തുമ്പോൾ മറ്റേ ട്രെയിൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ രണ്ടുപേരും പോയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള യാത്ര തുടരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഓരോ ട്രെയിനിനും നമ്മൾ 30 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ നമ്മൾ പോയി ഏകദേശം ടോപ്പിൽ എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. നമ്മളിപ്പോൾ സീ ലെവലിൽ നിന്ന് ഏകദേശം 2477 അടി പൊക്കത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഹൈക്ക് ചെയ്ത് വരുന്നവർ എത്രത്തോളം എഫേർട്ട് എടുക്കണം എന്നുള്ളത് ഇത് കാണുമ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടെയുള്ള പ്രധാന വ്യൂ പോയിന്റ് കാണാനാണ്. ഇവിടെ 2 ലേക്സ് ഉണ്ട്. ആ 2 ലേക്കിന് ഇടയിലുള്ള ഒരു വില്ലേജാണ് ഈ ഇന്റർലേക്കൺ. അപ്പോൾ ആ 2 ലേക്കും കറക്റ്റായിട്ട് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ സ്ഥലം അറിയപ്പെടുന്നത് ഹാർഡർകും എന്നുള്ള പേരിലാണ്. ഇവിടെ ഇഷ്ടം പോലെ ഇന്ത്യക്കാരും അതുപോലെ തന്നെ മലയാളികളും ഉണ്ടായിരുന്നു. യൂറോപ്പിൽ എത്തിയതിന് ശേഷം നമ്മൾ ഇത്രയും ഇന്ത്യക്കാരെ കണ്ടത് ഇവിടെ വന്നിട്ടാവും. നമ്മുടെ മെയിൻ വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രിയാണ് ഇത്. ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 സൈഡിലുമായിട്ട് 2 ലേക്സ് കാണാം. ഈ ഒരു വ്യൂ തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യൂ. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലേക്കാണ് ലേക്ക് തൂൺ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ലേക്കാണ് ലേക്ക് ബ്രാൻഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹൈക്ക് ചെയ്ത് വരുന്നവരുടെ വഴിയാണത്. അതുപോലെ തന്നെ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടെയുള്ള പിക്നിക് സ്പോട്ടിലേക്കാണ്. നമ്മുടെ കയ്യിൽ നമ്മുടെ ലഞ്ചൊക്കെ ഉണ്ട്, അവിടെ പോയിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ല റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നല്ല വ്യൂ ഒക്കെ കണ്ട് അവിടെ പോയിരുന്ന് കഴിക്കാം. പക്ഷേ അത്യാവശ്യം നല്ല കത്തിയായിരിക്കും. എന്തായാലും ഇവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇവിടെ വന്ന് കഴിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബർഗർ തന്നെയായിരുന്നു കൂപ്പിലെ. നല്ല സ്മോക്ക് ക്യാരറ്റും അതുപോലെ തന്നെ ചീസൊക്കെ ഉള്ളൊരു സൈറ്റായിരുന്നു. അവിടുന്ന് കുറച്ചുകൂടി മുകളിൽ പോയപ്പോൾ ഇതുപോലെ ഊഞ്ഞാലാടാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് ആടി നമ്മൾ ഹാർഡർകുമ്മിനോട് ബൈ ബൈ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇന്റർലേക്കണിലേക്ക് വരുന്നവർ എന്തായാലും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഹാർഡർകും എന്നതിൽ യാതൊരു സംശയമില്ല. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ലഗേജ് വെക്കാൻ നമ്മുടെ ഹോസ്റ്റലിൽ പോയല്ലോ. അപ്പോൾ നമ്മൾ 2 ദിവസം ഉള്ളതുകൊണ്ട് അവർ നമുക്ക് 2 പേർക്ക് 2 പാസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ബസ്സിലൊന്നും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ കൺട്രിയിലും നമ്മൾ ഡേ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പക്ഷേ അത് എടുക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ സ്റ്റേ ഇന്റർലേക്കണിലായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് പാസ്സില്ലാതെ കറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം. അതായത് നാളെ നമ്മൾ ലോട്ടർബ്രണ്ണൻ പോകുന്നുണ്ട്, അവിടേക്ക് പക്ഷെ നമ്മുടെ ഈ ഇന്റർലേക്കിൻ്റെ ബോർഡർ കടന്ന് പോകുമ്പോൾ വേറെ ടിക്കറ്റ് എടുക്കണം.
അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് സെൻറ്റ് ബിയാറ്റിസ് കേവിലേക്കാണ്. അവിടേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ കേവിൻ്റെ അടുത്ത് ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് അത്യാവശ്യം നടന്ന് കയറാനുണ്ട്. ഈ കേവ് സ്ഥിതി ചെയ്യുന്നത് ലേക്ക് ടൂണിൻ്റെ അടുത്താണ് കേട്ടോ. നമ്മൾ നേരത്തെ ഹാർഡർകുമ്മിൽ പോയപ്പോൾ കണ്ട അതേ ലേക്ക് തന്നെ ഇത്. 6th സെഞ്ച്വറിയിൽ ഐറിഷ് മുങ്കായിട്ടുള്ള ബിയാറ്റിസ് ഇവിടെ വന്നിട്ടുണ്ട് അത്രേ. അതിനുശേഷമാണ് ഈ കേവ് സെൻറ്റ് ബിയാറ്റിസ് കേവ് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. പല ടൈപ്പ് വെള്ളച്ചാട്ടം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ അവരിതുപോലെ സ്വിസ് ടാപ്പ് വാട്ടറിൻ്റെ ക്വാളിറ്റീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ശുദ്ധമായ ജലമാണെന്ന് മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് കുടിക്കുന്നതുകൊണ്ടെന്നാണ് പറയുന്നത്. നമ്മളും ഇവിടെ വന്നതിന് ശേഷം വെള്ളമൊന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഇതുപോലെയുള്ള ടാപ്സ് നിന്നൊക്കെ എടുത്തിട്ട് തന്നെയാണ് കുടിക്കുന്നത്. നമ്മുടെ ഈ ഹെയർ പിൻ പോലെയാണ് കേട്ടോ, ഇങ്ങനെ വളഞ്ഞിട്ടാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം മുകളിലേക്ക് കയറി വന്നു, ഇനി കുറച്ചുകൂടി കയറാനുണ്ട്. അങ്ങനെ മുകളിലെത്തി നമ്മൾ ടിക്കറ്റ് എടുത്തു. കേവ്സിൻ്റെ ഉള്ളിൽ കയറാനും അതുപോലെ തന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. രണ്ടും കൂടിയും ഒരാൾക്ക് 18 CHF ആണ് ടിക്കറ്റ് റേറ്റ് വന്നത്. പിന്നെ കേവ്സിൻ്റെ ഉള്ളിൽ അത്യാവശ്യം തണുപ്പ് കൂടുതലുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അതായത് ഒരു 8 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെയൊക്കെ താഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ക്ലോത്ത്സ് അവർ പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് കേവിനുള്ളിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ഒഴുകി പോകുന്ന വെള്ളമാണ് ഒഴുകി നമ്മൾ പുറത്തേക്ക് കാണുന്ന ആ വെള്ളച്ചാട്ടമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കേവ്സിൻ്റെ ഉള്ളിൽ മൊത്തം അവർ ലൈറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ മൊത്തം ഇരുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ വെള്ളത്തിൽ വരുമ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. നാച്ചുറലായിട്ട് ഈ മിനറൽസൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവുന്ന ലൈം സ്റ്റോൺസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഇങ്ങനെ വാട്ടർ ലെവലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒരു പരിധിയിൽ കൂടുതൽ കൂടുകയാണെങ്കിൽ അവർ പിന്നെ നമ്മളതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ വാട്ടർ ലെവൽ കൂടുമ്പോൾ ഇത് ക്ലോസ് ആവാറുണ്ട്. അങ്ങനെ 2-3 ദിവസത്തിന് ശേഷമേ പിന്നെ തുറക്കാറുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ 1-2 പേർക്ക് നടക്കാനുള്ള വഴിയുള്ളെങ്കിലും വിശാലമായിട്ടുള്ള കേവാണ്. അതായത് നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട, അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട്. ഒരു 2 മണിക്കൂറോളം ഉള്ളിൽ ഏകദേശം സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്തായാലും ഇത് സംഭവം ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തോ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഈർപ്പൊക്കെ തങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ പായലൊക്കെ പറ്റി പിടിച്ച് വളരുന്നുണ്ടായിരുന്നു സൈഡിലൊക്കെ. തൊട്ട് കഴിയുമ്പോൾ വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കേട്ടില്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൗണ്ട്, ഇതിങ്ങനെ അതിനുള്ളിൽ പ്രതിധ്വനിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. അതുപോലെ തന്നെ അവർ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലേക്ക് പോകും തോറും തണുപ്പ് കൂടി വരുന്നുണ്ടായിരുന്നു. ഈ ഒരു പോയിന്റിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളിവിടെ മുട്ടുകുത്തി നിന്നിട്ട് നോക്കുകയാണെങ്കിൽ മുകളിലുള്ള ലൈം സ്റ്റോൺസൊക്കെ മിറർ ചെയ്യുന്ന പോലെ നമുക്ക് താഴെയും കാണാമെന്ന്. എനിക്ക് തോന്നുന്നു ക്യാമറയിലും അത് ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും. ഈ ലൈം സ്റ്റോണൊക്കെ ഏകദേശം 3 സെൻറ്റിമീറ്റർ ഗ്രോ ചെയ്യാൻ 100 വർഷം എടുക്കുത്രേ. അപ്പോൾ ഇവിടെയുള്ള ഓരോ ലൈം സ്റ്റോണും എത്രത്തോളം വർഷം പഴക്കമുള്ളതാണെന്നാണ് ആലോചിച്ചത്. ഗുഹ ഇങ്ങനെ പല രീതിയിൽ വലുതായിട്ടും ചെറുതായിട്ടും ഇടുങ്ങിയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഉയരമുള്ളവരാണെങ്കിൽ കുനിഞ്ഞ് നടക്കേണ്ടി വരും കേട്ടോ, ഇല്ലെങ്കിൽ തല മുട്ടാൻ സാധ്യതയുണ്ട്.
ഏകദേശം മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയിട്ട് കുറച്ചല്ലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അവിടേക്ക് പോകുമ്പോൾ. അതുകൊണ്ട് തന്നെ ആ ഒരു ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. കമലഹാസനെയും കൺമണി അൻപോട്ട് പാട്ടും അതെല്ലാം പാടിയും കൊണ്ടും ആ ഓർമ്മകളിലൊക്കെയാണ് നടക്കുന്നുണ്ടായിരുന്നത്. മറ്റേ ഗുണ കേവിൽ ആ സീനിനോട് എവിടേക്കൊക്കെയോ എന്തൊക്കെയൊക്കെയോ ബന്ധം തോന്നുന്ന രീതിയിലുള്ള ചില സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇതൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നടന്ന് ഇതിനെന്താ ഒരു അന്ത്യമില്ല എന്നുള്ളൊരവസ്ഥയിലെത്തി. ഇനിയിപ്പോൾ തിരിച്ചു പോകാനും പറ്റില്ല. അങ്ങനെ ഇരുന്നപ്പോഴേക്കും അവസാനം നമ്മൾ എൻഡിലെത്തിയിരിക്കുകയാണ്. നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണ്. ഇനി ഇവിടെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. നമ്മൾ അതിൻ്റെ കൂടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒന്നിച്ചാണ് ടിക്കറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ അടുത്തത് മ്യൂസിയം കാണാൻ പോവാണ്. അത് കുറച്ച് താഴെയാണ്. മ്യൂസിയം ഏകദേശം ക്ലോസ് ചെയ്യാൻ സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓടി നടന്നാണ് കണ്ടത്. ഈ കേവിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സംഭവമായിട്ട് ഈ കാണുന്നത്. ഇത്രത്തോളം ഉണ്ട് ആ കേവ്. സെൻറ്റ് ബിയാറ്റസിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ കേവിനെ കുറിച്ച്, ഈ കേവിൻ്റെ ചരിത്രവും ഇതിപ്പോൾ എങ്ങനെ ഇവിടെ വരെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മ്യൂസിയത്തിലുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ ബസ്സിൽ കയറി പോകുന്ന വഴിക്കാണ് പാരാഗ്ലൈഡേഴ്സ് വന്നിറങ്ങുന്ന ഒരു ഗ്രൗണ്ട് കണ്ട് ആ സ്റ്റോപ്പിൽ അപ്പം തന്നെ ഇറങ്ങി. മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വന്നിറങ്ങുന്നത് കാണാൻ പറ്റുന്നൊരു സ്ഥലമുണ്ടെന്ന്. അത് പക്ഷേ കറക്റ്റായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് പെട്ടുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം അവിടെ ഇരുന്നു. കഴിഞ്ഞ വർഷം ദുബായിൽ പോയപ്പോൾ സ്കൈ ഡൈവ് ചെയ്തതിൻ്റെ ഓർമ്മകൾ നല്ല രീതിയിൽ വന്നു കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. ഒരാൾ ജസ്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്, മറ്റേ ആൾ ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഇഷ്ടം പോലെ പേര് വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഏകദേശം 2-3 മിനിറ്റിൽ ഒരാൾ വന്ന് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു. എന്തായാലും ഇനി നമുക്ക് നേരെ നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്ന് നോക്കിയപ്പോൾ ഏകദേശം 3 കിലോമീറ്ററേ ഹോസ്റ്റലിലേക്കുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബസ്സിന് പോകാം. ബസ് എന്തായാലും ഫ്രീ ആണ്. പക്ഷേ ഈ ഒരു സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ നടക്കാൻ തുടങ്ങി. നമ്മൾ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടാവും. ഇവിടെ നിന്നാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളം ശേഖരിക്കുന്നത്. സ്വിറ്റ്സർലാൻഡിൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇങ്ങനെ പാറി പറക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നി. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ ഇന്ത്യൻസ് ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ്. നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇതിൻ്റെ 2 സൈഡിലും ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം സമയം ഏകദേശം രാത്രി 8 മണി ആവാറായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഹോസ്റ്റലിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ റൂം. 4 പേർക്കുള്ള ബെഡ് ഉണ്ടെങ്കിലും അന്നത്തെ ദിവസം നമ്മൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ റൂമിലെത്തി ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മുടെ ഹോസ്റ്റലിലെ കോമൺ ഏരിയാസാണ്. എന്തായാലും അതിനുശേഷം നമ്മൾ റൂമിൽ വന്ന് കിടന്നുറങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. യൂറോപ്പ് സീരീസിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.